പ്രിയ പ്രേക്ഷകരെ, ലോകത്തെ വൻ ശക്തികൾക്കിടയിൽ ഇന്ത്യ ഇന്ന് തല ഉയർത്തി നിൽക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നമ്മൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നേട്ടവും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ കവചത്തിന് കൂടുതൽ കരുത്തു പകരുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നിന്ന് അതീവ പ്രാധാന്യമുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ്. ഇന്ത്യയുടെ വ്യോമസേനയെ ലോകത്തിലെ ഏറ്റവും മികച്ച സേനകളിൽ ഒന്നായി മാറ്റാൻ ശേഷിയുള്ള പൂർണ്ണമായും സ്വദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ സാങ്കേതിക വിദ്യ ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് ആ പദ്ധതിയെന്നും ഇത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ ഭൂപടം മാറ്റിവരയ്ക്കാൻ പോകുന്നതെന്നും നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയുടെ അഭിമാന നിമിഷത്തെക്കുറിച്ച് അറിയാൻ വീഡിയോ പൂർണ്ണമായും കാണുക. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇന്ത്യയുടെ LRSOW ലോങ് റേഞ്ച് സ്റ്റാൻഡ് ഓഫ് വെപ്പൺ. അതെ, ഈ പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ലളിതമായി പറഞ്ഞുതരാം. സ്വന്തം സുരക്ഷാ പരിധികളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ അതീവ കൃത്യതയോടെ നിരീക്ഷിക്കാനും നേരിടാനും സഹായിക്കുന്ന ഒരു ആധുനിക സംവിധാനമാണിത്. ഇതുവരെ ഡിസൈൻ ഘട്ടത്തിലായിരുന്ന ഈ പദ്ധതി ഇപ്പോൾ ഹാർഡ്വെയർ റിയലൈസേഷൻ അഥവാ യഥാർത്ഥ നിർമ്മാണ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മുടെ ശാസ്ത്രജ്ഞർ തയ്യാറാക്കിയ ബ്ലൂ പ്രിന്റുകൾ ഇപ്പോൾ ഫാക്ടറികളിൽ രൂപം പ്രാപിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാഴികക്കല്ല് തന്നെയാണ്. ഈ സംവിധാനത്തിന്റെ കരുത്ത് അതിന്റെ നിർമ്മാണത്തിൽ തന്നെ വ്യക്തമാണ്. അത്യാധുനികമായ EN-24, IS-2062 എന്നീ പ്രത്യേകതരം സ്റ്റീലുകളാണ് ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. എത്ര വലിയ സമ്മർദ്ദത്തെയും പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിക്കാൻ ഈ പദാർത്ഥങ്ങൾക്ക് സാധിക്കും. ഏകദേശം 400 കിലോയോളം വരുന്ന പേ ലോഡുകൾ വഹിക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം ദീർഘദൂര ദൗത്യങ്ങൾ സുഗമമാക്കാൻ സഹായിക്കും. ഇതിന്റെ ആദ്യഘട്ട പരിശോധനകൾ ഗ്രൗണ്ട് ലോഞ്ചറുകൾ വഴി നടക്കുകയാണ്. ഇതിനായുള്ള അനുബന്ധ ഉപകരണങ്ങളുടെ അല്ലെങ്കിൽ ഗ്രൗണ്ട് സപ്പോർട്ട് എക്യുപ്മെന്റുകളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. നിലത്തെ പരീക്ഷണങ്ങൾ വിജയിക്കുന്നതോടെ വായുവിൽ നിന്നുള്ള പരീക്ഷണങ്ങളിലേക്ക് നമ്മൾ കടക്കും. ഈ പദ്ധതിയുടെ ഏറ്റവും ആവേശകരമായ ഭാഗം ഇതിന്റെ വിന്യാസമാണ്. ഇന്ത്യയുടെ കരുത്തനായ സുഖോയ് 30 MKI വിമാനങ്ങളിലാകും ഈ സംവിധാനം പ്രധാനമായും ഘടിപ്പിക്കുക. നമ്മുടെ വ്യോമസേനയുടെ പക്കലുള്ള ഈ മുൻനിര വിമാനങ്ങളിൽ LRSOW എന്ന ഈ പദ്ധതി കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ പ്രതിരോധ പരിധി കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുമെന്നതാണ്. ഇത് കേവലം ഒരു ആയുധ പരീക്ഷണമല്ല, മറിച്ച് ഇന്ത്യയുടെ തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ ഒരു വിജയം തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ചുകൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നമ്മൾ സ്വയം പര്യാപ്തത നേടുന്നതിന്റെ മികച്ച ഒരു ഉദാഹരണം തന്നെയാണിത്. ഈ പദ്ധതി പൂർണ്ണമായും സജ്ജമാകുന്നതോടെ ഇന്ത്യയുടെ വ്യോമസേനയുടെ കരുത്ത് ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുമെന്നതിൽ സംശയമേ ഇല്ല. അതിരുകൾ കാക്കുന്ന നമ്മുടെ സേനയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകാൻ ഇത്തരം തദ്ദേശീയ പരീക്ഷണങ്ങൾ സഹായിക്കും. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമുയർത്തുന്ന ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ശാസ്ത്രജ്ഞരെയും നമുക്ക് അഭിനന്ദിക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.